ബാലിനെ കത്തിച്ചതുകൊണ്ടാണോ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്? ആദ്യം കംനായിനെ കൊല്ലാതെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ചെറിയ പെൺകുട്ടികളെ ബലി നൽകിയത് ബാലെന്ന സാത്താനെ പ്രീതിപ്പെടുത്താനാണോ? എഫ്സിൻ ഫയൽസിലുള്ള ബാലിന്റെ പ്രയോഗം ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും എന്താണ് ഈ ബാല്? BC 850 കാലഘട്ടം, അതായത് ഈസാ നബി ജനിക്കുന്നതിന്റെ 900 വർഷങ്ങൾക്ക് മുമ്പ് ഇടിയുടെയും മഴയുടെയും അവർക്ക് കൃഷിയും സമ്പത്തെല്ലാം നൽകുന്ന ദൈവമെന്നവർ വിശ്വസിച്ച, ഖുർആനിൽ പരാമർശിച്ച ബാൽ, ബൈബിളിലെ ബാൽ സ്വർണ്ണ കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച 20 അടിയുള്ള വലിയ വിഗ്രഹം. അതിനാരാധിച്ച ഒരു ജനതയിലേക്കാണ് ബൈബിളിലെ ഏലിയാസ്, ഖുർആനിലെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാം അവതരിക്കുന്നത്. ബാലിനോടുള്ള ആരാധനയും ബാലിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരുപാട് ക്രൂരമായ ആചാരങ്ങളും കണ്ടിട്ട് ഇല്യാസ് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്, അത്തദഊന ബാലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ, നിങ്ങളെ പടച്ച യഥാർത്ഥ റബ്ബിനെ നിന്ദിച്ചിട്ട് ഈ ബാലെന്ന ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? ബാലിനെ തള്ളിപ്പറഞ്ഞതിനും ഏകദൈവ വിശ്വാസത്തിലേക്കും ക്ഷണിച്ചതിന് ഇല്യാസ് നബിനെ അവർ കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അന്ന് ആ ജനത ബാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരുപാട് ക്രൂരമായ ആചാരങ്ങളുണ്ട്. സ്വന്തം ശരീരത്തിൽ വാളുകൊണ്ട് ആയത്തിൽ മുറിവുണ്ടാക്കുക, സ്വന്തം കുട്ടികളെ മഴ ലഭിക്കാനും സമ്പത്ത് ലഭിക്കാനും വേണ്ടി ബാലിന്റെ വിഗ്രഹത്തില് അഗ്നികൂടാരമുണ്ടാക്കി ചെറിയ സ്വന്തം കുഞ്ഞുമക്കളെ അതിലിട്ട് കരിച്ചു കൊല്ലുക. എഫ്സിൻ ഫയൽസില് ബാലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എഫ്സിൻ ഐലൻഡിലും ഇതുപോലെ ഒരുപാട് ക്രൂരമായ ആചാരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും നെട്ടിച്ചത് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം. You kill the babies? Yes. You yourself? With Papa. Papa holding my hand. He helped me. But he told me to cut the baby's head off. പദവിക്കും അധികാരങ്ങൾക്കും സമ്പത്തിനും അവർ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മൈനറായ കുട്ടികളെ വെച്ച് അവരെക്കാൾ പ്രായം ചെന്ന ചെറിയ കുട്ടികളെ കൊല്ലിച്ചും ചെറിയ പെൺകുട്ടികളെ അവരുടെ അമ്പലത്തിൽ പോയി ബാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ലൈംഗികമായി ഉപയോഗിച്ച് ബാലിന് വേണ്ടി നരബലി നടത്തിയും ചിക്കൻ കാലുകൾക്കൊപ്പം ജനിച്ചു വീണ മനുഷ്യക്കുഞ്ഞുങ്ങളെ തൊരിയലിഞ്ഞ മാംസ കഷ്ണങ്ങൾ കറി വെച്ച് കഴിച്ചും അധികാരം നേടിയെടുത്ത സാത്താൻ സേവകരാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോക നേതാക്കളും ഭരണാധികാരികളും സിനിമാ താരങ്ങളും ബില്ലനേഴ്സൊക്കെ. പക്ഷേ അവർക്ക് ഈ നരബലി തുടർന്നുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയും അവരും ഇതിന് ബലിയാടാവേണ്ടി വരും. Because we cannot see any other choice. That some need to die for the world to flourish. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, യഅദുഹും വയുമന്നീഹിം വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. സാത്താൻ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും, ഒരുപാട് സ്വപ്നങ്ങൾ നൽകും, നിങ്ങളെ മോഹിപ്പിക്കും. പക്ഷേ അവസാനം അവൻ നിങ്ങളെ ചതിക്കും. ഇതിനൊക്കെ തന്നെയല്ലേ ഇവര് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും ചെറിയ കുട്ടികളെ കൊന്നൊടുക്കുന്നതും. എഫ്സിൻ ഫയൽസിലെ ചെറിയൊരു ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുപോലെ എത്ര എഫ്സിമാരും എഫ്സിൻ ഐലൻഡുകളും നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടാവും. അവിടെ എന്തൊക്കെ ക്രൂരതകൾ നടക്കുന്നുണ്ടാവും.